എല്ലാവർക്കും വിനീതമായ പ്രണാമം. വിതുരനീതി 3-ാം അധ്യായത്തിലെ 36-ാമത്തെ ശ്ലോകം മുതലാണ് ഇനി നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഇവിടെ വിതുരർ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ്, മഹാരാജാവേ, മദ്യപാനം, പരസ്പര കലഹം, ധാരാളം പേരുമായി ശത്രുത, അതുപോലെ ഭാര്യാഭർത്താക്കന്മാർ അവർ തമ്മിൽ അകന്ന് ജീവിക്കുക, ബന്ധുക്കൾക്കിടയിലുള്ള വഴക്കുകൾ, രാജാവിനോട് കൂറില്ലായ്മ, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വിവാദങ്ങൾ, അതുപോലെ മറ്റെല്ലാ പാപം നിറഞ്ഞ വഴികളും ഉപേക്ഷിക്കപ്പെടേണ്ടവയാണ് എന്ന് പറയപ്പെടുന്നു. അതുപോലെ ലക്ഷണശാസ്ത്രം പറയുന്നവന് കള്ളം കച്ചവടക്കാരനായിട്ട് മാറിക്കഴിഞ്ഞാൽ, അതുപോലെ മറ്റുള്ളവരെ വഞ്ചിച്ച് ജീവിക്കുന്നവൻ, വൈദ്യൻ, ശത്രുമിത്രം, അതുപോലെ സ്തുതിപാഠകന്മാർ, ഈ 7 പേര് സാക്ഷ്യം പറയുവാൻ യോഗ്യരല്ല. അഗ്നിഹോത്രം, മൗനം, അധ്യയനം, യജ്ഞം ഇവ സാധാരണഗതിയിൽ ഭയത്തെ അകറ്റുന്നവയാണ്. പക്ഷേ ഇത് യഥാവിധി അനുഷ്ഠിക്കാതെ കണ്ട് കാപട്യത്തോടു കൂടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് തന്നെ ഭയത്തിന് കാരണവുമായി ഭവിക്കും. ഇനിയും ബ്രഹ്മഹത്യാസമമായ പാപങ്ങൾ ഞാൻ പറയാം. വീടിന് തീ വയ്ക്കരുത്, വിഷം നൽകുന്നവന്, ജാരപുത്രൻ്റെ അന്നം ഭക്ഷിക്കുന്നവൻ, അതുപോലെ സോമരസം വിൽക്കുന്നവൻ, അമ്പുണ്ടാക്കുന്നവൻ, അവന് അമ്പുണ്ടാക്കുന്ന മറ്റുള്ളവരെ ഉപദ്രവിക്കാനല്ലേ, ജ്യോത്സ്യൻ, മിത്രദ്രോഹി, അന്യൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവൻ, ഭ്രൂണഹത്യ ചെയ്യുന്നവൻ, ഗുരുഭക്തിയെ പ്രാപിക്കുന്നവൻ, മദ്യപാനിയായ ബ്രാഹ്മണൻ, അതിതീക്ഷ്ണമായി സംസാരിക്കുന്നവൻ, നീചൻ, നാസ്തികൻ, വേദനിന്ദ ചെയ്യുന്നവൻ, കൈക്കൂലി വാങ്ങുന്നവൻ, ജാതിഭ്രഷ്ടൻ, ധനികനാണെങ്കിലും പിശുക്ക് കാണിക്കുന്നവൻ, അഭയം പ്രാപിച്ചവനെ വധിക്കുന്നവൻ എന്നിവരെല്ലാം തന്നെ ബ്രഹ്മഹത്യ ചെയ്തവർക്ക് സമന്മാരാണ്. സ്വർണം തീയിൽ തിളങ്ങും, ശീലം കൊണ്ട് നല്ല കുലീനനാകും, നല്ല പെരുമാറ്റം കൊണ്ട് അവനെ എല്ലാവരും സൽസ്വഭാവി എന്ന് വിളിക്കും. ഭയമുണ്ടാകുമ്പോൾ ഉടനെ ശൂരത്വം അറിയാൻ പറ്റും. ദാരിദ്ര്യം വരുമ്പോൾ അതിനെ നേരിടുന്നതെന്ന് അറിയാൻ പറ്റും അവനിലെ ധീരത. അതുപോലെ നമുക്ക് ശത്രുവാര മിത്രമാര എന്ന് നമ്മുടെ ആപത്തെടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ജര സൗന്ദര്യത്തെ നശിപ്പിക്കും, ആശ നമ്മുടെ ക്ഷമയെ ഇല്ലാതാക്കും, മൃത്യു പ്രാണനെ ഇല്ലാതാക്കും, അസൂയ നമ്മുടെ ധർമ്മനിഷ്ഠയെ ഇല്ലാതാക്കും, ദേഷ്യം ഐശ്വര്യത്തെ ഇല്ലാതാക്കും, ദുർജന സംസർഗം കൊണ്ട് നമ്മുടെ സൽസ്വഭാവം നശിച്ചു പോകും, കാമം ലജ്ജയെ ഉണ്ടാക്കും, ദുരഭിമാനം സകലതിനെയും നശിപ്പിക്കും. ഐശ്വര്യം അതൊരു വൃക്ഷം പോലെയാണെങ്കിൽ അത് സൽക്കർമ്മങ്ങളിൽ നിന്നും മുളയ്ക്കുന്നതാണ്. സ്ഥിരപ്രയത്നം കൊണ്ട് അതാണ് വളരുക. സാമർഥ്യം മൂലമാണ് അതിൻ്റെ വേരോടുക. ആത്മനിയന്ത്രണം മൂലമാണ് സ്ഥിരമാകുക. അപ്പോൾ ഐശ്വര്യം സ്ഥിരമായി നിൽക്കണമെന്നുണ്ടെങ്കിൽ സൽക്കർമ്മങ്ങൾ വേണം, സ്ഥിരപ്രയത്നം വേണം. അതുകൊണ്ട് സാമർഥ്യം ഉണ്ടായിരിക്കണം, ആത്മനിയന്ത്രണം ഉണ്ടായിരിക്കണം. ഇത് 4മുള്ളവരിലെ ഐശ്വര്യം നിലനിൽക്കത്തുള്ളൂ എന്ന് സാരം. ബുദ്ധിശക്തി, നല്ല കുലത്തിലുള്ള ജനനം, ആത്മനിയന്ത്രണം, വിദ്യ, അതുപോലെ പരാക്രമം, അധികം ആവശ്യമില്ലാതെ കണ്ട് സംസാരിക്കാതെ കണ്ടിരിക്കുക, യഥാശക്തി ദാനം ചെയ്യുക, തനിക്ക് വേണ്ടി ഉപകാരം ചെയ്തവരോട് എന്നും നന്ദി ഉണ്ടായിരിക്കുക. ഈ 8 ഗുണങ്ങൾ ഒരാൾക്ക് ശോഭയേകുന്നതാണ്. എന്നാൽ രാജാവിൻ്റെ പ്രീതി ഉണ്ടായിരിക്കുക അത് ഈ 8 ഗുണങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. ഹേ രാജാവേ, യജ്ഞം, ദാനം, അധ്യയനം, തപസ് ഇവ പൊതുവെ സജ്ജനങ്ങളിൽ ജന്മദത്തമായി തന്നെ കാണപ്പെടുന്നു. അതുപോലെ ആത്മനിയന്ത്രണം, സത്യം, ആർജവം, ദയ ഈ 4 ഗുണങ്ങൾ സജ്ജനങ്ങൾ സദാ ആചരിക്കേണ്ടുന്നതുമാണ്. ഈ 8 ഗുണങ്ങളാണ് സ്വർഗലോകത്തിൻ്റെ വാതിൽ. ജ്ഞാനികൾ ഇല്ലാത്ത സഭ സഭയല്ല, ധർമ്മം പറയാത്തവൻ ജ്ഞാനിയുമല്ല, സത്യവിഹീനമായത് ധർമ്മമല്ല, വഞ്ചന നിറഞ്ഞത് സത്യവുമല്ല. സത്യം, അതുപോലെ സൗന്ദര്യം, ശാസ്ത്രങ്ങളിലുള്ളതായ അറിവ്,
വിദ്യ, കുലീനത, സൽസ്വഭാവം, ബലം, ധനം, ശൂരത, അതുപോലെ ദീർഘസമയം ഭംഗിയായി സംസാരിക്കുവാനുള്ള കഴിവ്, ഈ 10 ഗുണങ്ങൾ സ്വർഗപ്രാപ്തിയെ തരുന്നതാണ്. പാപം ചെയ്യുന്ന ദുഷ്ടൻ പാപഫലത്തെ പ്രാപിക്കുന്നു. പുണ്യമനുഷ്ഠിക്കുന്ന ശിഷ്ടൻ പുണ്യഫലത്തെയും പ്രാപിക്കുന്നു. പാപം വീണ്ടും വീണ്ടും ചെയ്യപ്പെടുമ്പോൾ അത് ബുദ്ധിയെ നശിപ്പിക്കുന്നു. അങ്ങനെ ബുദ്ധി നശിച്ചവൻ പിന്നീട് എന്നും പാപം തന്നെ ചെയ്യുന്നു. അതുപോലെ പുണ്യം വീണ്ടും വീണ്ടും ചെയ്യപ്പെടുമ്പോൾ അത് ബുദ്ധിയെ വികസിപ്പിക്കുന്നു. ബുദ്ധി വികസിച്ചവൻ പിന്നീടെന്നും പുണ്യകർമ്മങ്ങൾ തന്നെ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരുടെ ഉത്കർഷത്തിൽ അസൂയപ്പെടുക, മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുക, എപ്പോഴും കലഹ സ്വഭാവമായിരിക്കുക, ഈ പാപങ്ങൾ ആചരിക്കുന്ന ക്രൂരനിൽ എപ്പോഴും ദുഃഖം സ്ഥായിയായി തന്നെ നിൽക്കും. യാതൊരുവനിലാണോ ഈ അസൂയ ഇല്ലാത്തത്, സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുന്നത്, ബുദ്ധിമാനായിരിക്കുന്ന അവൻ ഒരിക്കലും ആപത്തിൽ ചെന്ന് പെടില്ല. അവൻ എപ്പോഴും സുഖമുണ്ടാവുകയും സർവത്ര ശോഭിക്കുകയും ചെയ്യും. ബുദ്ധിമാന്മാരിൽ നിന്ന് ജ്ഞാനം നേടുന്നവൻ പണ്ഡിതനാണ്. അവൻ ബുദ്ധിമാനായി തീർന്നിട്ട് ധർമ്മത്തെയും അർത്ഥത്തെയും നേടിയിട്ട് സുഖത്തെ പ്രാപിക്കുന്നു. രാത്രിയിൽ സുഖമായി കഴിയുവാൻ ആവശ്യമുള്ള കാര്യങ്ങൾ പകൽ തന്നെ ചെയ്തു വെക്കേണ്ടതാണ്. അതുപോലെ മഴക്കാലത്ത് സുഖമായി കഴിയുവാൻ ആവശ്യമുള്ള കാര്യങ്ങൾ അതിനു മുമ്പുള്ള 8 മാസങ്ങൾക്കുള്ളിൽ തന്നെ ചെയ്യേണ്ടതാണ്. വാർദ്ധക്യത്തിൽ സുഖമായി കഴിയാൻ ആവശ്യമായ കാര്യങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ മരണാനന്തരം പരലോകത്തിൽ സുഖമായി കഴിയാൻ ആവശ്യമായ സൽക്കർമ്മങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ചെയ്യണം. അറിവുള്ളവർ വേഗം ദഹിക്കുന്ന ആഹാരമാണ് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ യൗവനം കഴിഞ്ഞ ഭാര്യയെ അയാൾ വേണ്ട രീതിയിൽ ശുശ്രൂഷിക്കുകയും വില കൊടുക്കുകയും ചെയ്യും. യുദ്ധത്തിൽ വിജയം നേടിയവനെയും സിദ്ധി നേടിയ തപസ്വിയെയും ആ ബുദ്ധിമാന്മാർ എപ്പോഴും പ്രശംസിക്കും. തൻ്റെ സ്വഭാവത്തിലെ ന്യൂനത അല്ലെങ്കിൽ സ്വഭാവദോഷം അധർമ്മത്തിലൂടെ നേടിയ ധനം കൊണ്ട് താൽക്കാലികമായിട്ട് മറയ്ക്കാം എന്ന് വിചാരിച്ചാലും അത് മറയത്തില്ല. മറ്റു ന്യൂനതകൾ ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഇപ്പോൾ 3-ാമത്തെ അധ്യായത്തിലെ 60-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി നമുക്ക് പിന്നീട് ആകാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഹരി ഓം.